മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകൾ അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ലീഗ് ആദ്യഘട്ടത്തിൽ കൈമാറിയ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. ദുരന്തത്തിൽ ഉറ്റവരടക്കം സർവ്വവും നഷ്ടമായ 51 കുടുംബങ്ങളാണ് ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ പുതിയ ജീവിതം ആരംഭിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, എന്തായാലും വളരെ സന്തോഷവും ഹൃദ്യവുമായിട്ടുള്ള കാഴ്ചയും വാർത്തയുമാണ്. ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഈ ഒരു ഗൃഹപ്രവേശന ചടങ്ങുകൾ നടക്കാൻ പോകുന്നു. എത്രമാത്രം വിപുലമാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? ഏതൊക്കെ നേതാക്കളാണ് അവിടേക്ക് എത്തുന്നത്? സ്വാതി, നമ്മളിത് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം 51 വീടുകളുടെ താക്കോൽദാനം കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി സാദിഖ് അലി തങ്ങൾ തന്നെ അത് നേരിട്ട് നിർവഹിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വലിയ ജനാവലി സാക്ഷ്യമാക്കിയായിരുന്നു അന്ന് ആ ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ വീടുകളിലേക്ക് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ആ വീട്ടുകാരെല്ലാവരും തന്നെ അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി വീട്ടിൽ കയറി കൂടിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കൂടി ഒരു 51 കുടുംബങ്ങളും ഔദ്യോഗികമായി ഒരു ചെറിയ ചടങ്ങാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതും അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് അധികം ആളുകളെ പങ്കെടുപ്പിക്കാത്ത രീതിയിൽ ആ കുടുംബാംഗങ്ങളും അവരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ലീഗിന്റെ മുതിർന്ന കുറച്ച് നേതാക്കളും മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ പി കെ ഫിറോസ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ അല്പസമയത്തുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. അങ്ങനെ 51 വീടുകളിൽ ഇന്ന് അവരുടെ കുടുംബങ്ങൾ കയറി താമസിക്കുകയാണ്. വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ഒരുപാട് വീട് താമസിക്കലിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം വീട്ടിലും നമ്മൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ലഭിച്ച സന്തോഷത്തെക്കാൾ വലിയ ഒരു സന്തോഷം, ഒരു അഭിമാനം നമുക്കിപ്പോൾ ഈ വീടുകൾ, ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി ഇവരുടെ വീടുകളിൽ കയറുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിൻ്റെ പേരിൽ കേട്ടതാണ്. നിങ്ങൾക്കറിയാലോ, പല പത്രസമ്മേളനങ്ങളും പല പരിഹാസങ്ങളും. മാത്രമല്ല മുസ്ലിം ലീഗ് പാർട്ടിയും ഒരുപാട് വിമർശനം നേരിട്ടിരുന്നു. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകാൻ പോകുന്നില്ല, ഈ വീടിൽ താമസം നടക്കില്ല, വീടുണ്ടാക്കാൻ ഈ പ്രദേശത്ത് വീട് നിർമ്മിക്കാൻ പോലും കഴിയില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നില്ല. ഇതാണ് മറുപടി. എത്ര മനോഹരമായ വീടുകളാണ്. മാത്രമല്ല, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് അപ്പുറത്തുണ്ട്. ആ പ്രോജക്റ്റും ഈ പ്രോജക്റ്റും ഇപ്പോൾ ആളുകൾ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ജനങ്ങളതൊക്കെ ചിന്തിക്കേണ്ടത്. ഞങ്ങൾ നമ്മുടെ മലയാളിയുടെ ഒരു മോഡൽ, കേരളത്തിൻ്റെ ഒരു മോഡൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ സാധ്യമാകുമെന്നതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഞങ്ങളിവിടെ കാണിക്കുകയാണ്. ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇത് രാജ്യത്തിന് മാതൃകയാണ്. ലോകത്തിന് മുമ്പിൽ ലീഗിൻ്റെ ഒരു മോഡലായി ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ എങ്ങനെയാണ്? ആരൊക്കെയാണ് പ്രധാനമായി പങ്കെടുക്കുന്നത്? ഇന്നിപ്പോൾ അന്ന് ഞങ്ങൾ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളും അനുഭാവികളും എല്ലാം കൂടെ ചേർന്നിട്ടൊരു വലിയ ബഹളമായിരുന്നല്ലോ. അപ്പോൾ അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു, നോമ്പൊക്കെ കഴിഞ്ഞ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രൈവസിയിൽ ഞങ്ങളുടെ ആചാരങ്ങൾ, ഇപ്പോൾ ഓരോ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ അവരുടെ ആചാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് വേണം അവിടെ താമസമാക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രൈവസിയിൽ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളെയും അതുപോലെ സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് ഞങ്ങൾക്കൊരു താമസം നടത്തണം എന്ന് അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സമയമെടുത്ത് നിങ്ങൾ ചെയ്തോ. പിന്നെ ചില അവരുടേതായ ചില വീടുകളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യേണ്ടതുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു സമയമെടുത്തു. അങ്ങനെ ഒരു ഡേറ്റ് അവർ നിശ്ചയിച്ചു. പിന്നെ അവരെല്ലാം കൂടി തീരുമാനിച്ച് നമുക്ക് ആ പരിപാടി ഒന്നിച്ച് നടത്താം. ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും പിന്നെ ഉപസമിതിയിലെ അംഗങ്ങളെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രോഗ്രാം നടത്തണം. അവർ തീരുമാനിച്ച് അവർ കണ്ടെത്തിയ ഡേറ്റിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു. ബാക്കിയുള്ള നേതാക്കന്മാർ, താങ്കളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഏതാനും നിമിഷത്തുള്ളിൽ ഇവിടെ എത്തിച്ചേരും. എല്ലാവരും കൂടെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാക്കി ആ സന്തോഷം എല്ലാവരും ഒരുമിച്ച് പിന്നെ ആഘോഷിക്കുക എന്നുള്ള ഒരു ആഘോഷമാണ് സത്യത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ 51 വീടുകളാണ് പൂർത്തിയാക്കി അവിടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നത്. ഇനി ബാക്കി കുറച്ച് വീടുകൾ കൂടി ബാക്കിയുണ്ട്. നമ്മൾ 105 വീടുകളായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കത് കാണാൻ സാധിക്കുന്നു. അപ്പം അത് എത്ര നാളുകൾക്കുള്ളിൽ പൂർത്തിയാക്കും എന്നിങ്ങനെ? ബാക്കി 54 വീടുകളുടെ നിർമ്മാണം ഞങ്ങൾ മെയ് അവസാനത്തോടെ പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടാണ്. പിന്നെ അതിനിടയ്ക്ക് മഴയൊന്നും ചതിച്ചില്ലെങ്കിൽ മെയ് അവസാനത്തോടു കൂടി അതിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതും ബാക്കിയുള്ള വീടുകളുടെയും നിർമ്മാണം ആ നിലക്ക് തന്നെ പൂർത്തിയാക്കാൻ. ശരി ബെൻസൺ, എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ് വയനാട്ടിൽ നിന്നുമുള്ളത്. മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഗൃഹപ്രവേശന ചടങ്ങുകൾ അവിടേക്ക് ലീഗ് നേതാക്കൾ അടക്കം എത്തും. നമുക്ക് ആ മുറയ്ക്ക് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ മടങ്ങിയെത്താം.